ഇപ്പോൾ ടി.ടി.മാർക്കെതിരെയുള്ള ആക്രമണം ഒരു പതിവ് കാഴ്ചയായി മാറിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. ഇന്നതായി ഇപ്പോൾ സമാനമായ വാർത്ത വരുന്നു. ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസിൽ വടക്കാഞ്ചേരിയിൽ വെച്ചാണ് ഈ സംഭവം. പിടിയിലായ യാത്രക്കാരിൽ നിന്ന് കഞ്ചാവ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എസ് അരുൺ ശങ്കറാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുള്ളത്. അരുൺ, ഈ പ്രതിയെ നമ്മുടെ ട്രെയിനുകളിൽ ടി.ടി.ആർമാർക്കെതിരെയുള്ള ആക്രമണം ഇപ്പോൾ പതിവായിരിക്കുകയാണ്. ഇപ്പോൾ അവസാനത്തെ സംഭവം ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ്സിലാണ് നടന്നിരിക്കുന്നത്. വടക്കാഞ്ചേരിയിൽ വെച്ച് രണ്ട് ടി.ടി.മാർക്കെതിരെ യാത്രക്കാർ ആക്രമിച്ചിരിക്കുകയാണ്. അതിൽ ആക്രമണത്തിൻ്റെ ഒരു ടി.ടി.എം ചേരുകയാണ്. ഷമ്മിയിലെ എന്താ സംഭവിച്ചത്? ഞാൻ പുറകിൽ AC കോച്ചാണ് നോക്കിക്കൊണ്ടിരുന്നത്. മുന്നിൽ നോക്കുന്ന എൻ്റെ കൂടെ കൊളീഗ് മനോജ് വർമ്മ പെട്ടെന്ന് തന്നെ വിളിക്കുകയാണ്. വടക്കാഞ്ചേരിക്ക് തൊട്ട് മുന്നിൽ ഒറ്റപ്പാലം ഷൊർണൂർ കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പുള്ളി പറഞ്ഞു ഇങ്ങനെ ഒരു ടിക്കറ്റ് പാസൻ ഉണ്ടായിരുന്നു വണ്ടിയിൽ. ടിക്കറ്റിൻ്റെ ചാർജസും പെനാൽറ്റി അടയ്ക്കാമെന്ന് പറഞ്ഞ ശേഷം പുള്ളി പെട്ടെന്ന് ഇയാളെ തള്ളിയിട്ടിട്ട് നമ്മൾ ടി.ടി പുഷ് ചെയ്തിട്ടിട്ട് ഇറങ്ങി ബാക്കിലോട്ട് ഓടി വരികയാണെന്ന് പറഞ്ഞു. വടക്കാഞ്ചേരി പ്ലാറ്റ്ഫോമിൽ വണ്ടി നിന്നു. അപ്പം ഞാൻ പെട്ടെന്ന് പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഞാൻ കാണുന്നുണ്ട് ഒരാളിങ്ങനെ ഓടി വരുന്നതാണ്. പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി ഓടി ബാക്കിലേക്ക് വരികയാണ്. AC കഴിഞ്ഞാൽ പിന്നെ ജനറൽ കോച്ച് വരുന്നത് ഏറ്റവും മേലെ സ്ലീപ്പർ മുന്നിലാണ്. അപ്പം ഞാനും പുള്ളി തടഞ്ഞു നിർത്തി. ഞാൻ വിളിച്ച് എന്താ ഓടുന്ന ടിക്കറ്റ് എവിടെയെന്ന് വെച്ചപ്പോൾ പുള്ളി എന്നെയും പുഷ് ചെയ്ത് ട്രെയിനിൻ്റെ ആ സൈഡിലേക്ക് പുഷ് ചെയ്തിട്ട് കുറേ ചീത്തയ്ക്ക് വിളിച്ചിട്ട് ബാക്കിലേക്ക് ഓടിപ്പോയി. അപ്പം ഞങ്ങൾ വന്ന് ഞങ്ങൾ RPF കൺട്രോളിൽ മെസ്സേജ് കൊടുത്തു. തൃശ്ശൂർ RPF ഒരു സ്റ്റാഫ് വന്ന് ഞങ്ങൾ ബാക്കിൽ ജനറൽ കോച്ച് ഞങ്ങളെല്ലാവരും കൂടെ 3 ടി.ടിമാരും ഈ RPF വന്ന സ്റ്റാഫിനും കൂടെ പോയി ചെക്ക് ചെയ്ത് നോക്കി. കാരണം ഐഡൻറ്റിഫൈ ചെയ്യണമല്ലോ ഞങ്ങൾ ഈ ആളിനെ. അപ്പോൾ ഞങ്ങൾ കൂടെ പോയി നോക്കിയിട്ട് കോച്ചിൽ നോക്കിയിട്ട് ആളെ കാണാനില്ല. പിന്നെ RPF പോയി ഞങ്ങൾ തിരിച്ച് വണ്ടിക്കകത്ത് കയറി. എന്നിട്ട് ഇവർ രണ്ടുപേരും എൻ്റെ കൊളീഗാണ് അനീഷും വർമ്മയും കൂടെ വീണ്ടും പോയി ഈ പറഞ്ഞ S1 കോച്ചിൽ ഒന്നുകൂടെ നോക്കി. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തോടെ ഉണ്ടെന്നുള്ളൊരു പറഞ്ഞ ഫ്രണ്ടിൻ്റെ ടിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അയാളെ തപ്പിപ്പോൾ അയാളെ ജനറൽ കോച്ചിൽ നിന്ന് കിട്ടി മുന്നിൽ. അപ്പോൾ ഈ ഓടിപ്പോയവൻ്റെ ബാഗും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ സുഹൃത്തിനെയും കിട്ടി. സുഹൃത്തിനെ കൊണ്ട് അവനെ വിളിപ്പിച്ചു. അശ്വിൻ എന്ന പേര്. വിളിപ്പിച്ച പുള്ളി ആദ്യം പറഞ്ഞാൽ ഞാൻ ബസ്സിൽ വന്നുകൊണ്ട് കൊല്ലം വീട്. രണ്ടാമത് വീണ്ടും വിളിച്ചപ്പോൾ ട്രെയിനകത്തിനുണ്ട് AC കോച്ചിൻ്റെ ടോയ്ലറ്റിനകത്ത് വിളിച്ചിരിക്കുകയായിരുന്നു ആൾ. പിന്നെ അവനെ നിർബന്ധിച്ച് വിളിച്ച് വരുത്തി. ഞങ്ങൾ കോച്ചിലേക്ക് വിളിച്ച് വരുത്തിയ ശേഷം ഇപ്പോൾ ഒരു പാസഞ്ചർ ഫ്രണ്ട് വെച്ച് ഞങ്ങൾ ബാഗ് ഒന്ന് പരിശോധിച്ചു. അപ്പോൾ ഒരു ചെറിയ പൊതി കഞ്ചാവ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇപ്പോൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ പോരാ, ഒരു സുരക്ഷാ സംവിധാനം അവർക്കും സുരക്ഷ വേണം എന്ന് അവരിങ്ങനെ ആവർത്തിച്ച് പറയുന്നതും.